ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചതിച്ചോ എന്റെ ദൈവമേ! അയ്യോ! വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് കട്ടായി. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഏതെങ്കിലും ആളുകളുടെ നടുവിൽ നിൽക്കുകയായിരിക്കും. അമ്മയെ സ്നേഹിക്കുന്ന മകനാണെന്ന് കാണിക്കണ്ടേ? അങ്ങനെ നീ ഇപ്പൊ അമ്മയെ സ്നേഹിക്കണ്ട. യശോദേ, അമ്മ ഫോൺ കട്ട് ചെയ്യാ. കണ്ടോ ദേവേട്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. അതാ അമ്മയുടെ ഉദ്ദേശം. എന്തായാലും വരട്ടെ, ചോദിക്കാം. എന്ത് സമാധാനത്തിലാ നമ്മൾ കാത്തിരിക്കുക? അമ്മ പുറത്തിറങ്ങിയ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങൾ അറിയാലോ. ഏത് നേരത്തും പേടിയാ. ഞാനിപ്പോ എന്തായാലും പുറത്തിറങ്ങി നോക്കാം. അമ്മ ഇങ്ങോട്ട് എത്തിയാ താൻ എന്നെ വിളിക്കണം. വിളിക്കാം. ദേവേട്ടൻ പോയിട്ടോ. മുത്തശ്ശി ഇവിടെ നിന്നോളൂ. ഞാനും അമ്മ കൂടി ഡോക്ടറെ കണ്ടിട്ട് വരാം. അത് വേണ്ട. ഡോക്ടർക്ക് പറയാനുള്ളത് ഞാനും കൂടി കേൾക്കണമല്ലോ. എന്നെ ഒഴിവാക്കിയിട്ട് അമ്മയ്ക്കും മോനും കൂടി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ കാര്യത്തിനും എന്തിനാ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. ആരെങ്കിലും രണ്ടുപേരെ കണ്ടാ മതിയെന്ന് തീരുമാനിച്ചു. അത്രയല്ലേ ഉള്ളൂ. കാണാൻ ചെല്ലുന്നവര് 3 പേരായ ഡോക്ടർ എഴുന്നേറ്റ് ഓടിക്കളയുവോ? മതി മതി, മുത്തശ്ശി കൂടി വന്നോളൂ. വരും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കൂ. പ്രിയങ്കയുടെ കണ്ടീഷൻ ഇപ്പൊ ബെറ്റർ ആണ്. ഇന്ന് തന്നെ പ്രിയങ്കയെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. പ്രിയങ്ക ഭർത്താവിനോടൊപ്പമാണോ ജീവിക്കുന്നത്? അല്ല ഡോക്ടർ. അതൊക്കെ പറയാനാണെങ്കിലേ ഒരുപാട് പറയാനുണ്ട് ഡോക്ടറെ. എന്തായാലും കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ പോവല്ലേ? അല്ല, അതൊക്കെ ഇപ്പൊ ഡോക്ടറോട് പറയുന്ന എന്തിനാ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമാവുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഗൗരവമായ മറ്റൊരു കാര്യമാ. എന്താ ഡോക്ടർ? എന്റെ മോക്ക് കൂടുതൽ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? അവൾ ഇനി ജീവിച്ചിരിക്കില്ലേ? പ്ലീസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല. പ്രിയങ്ക പ്രഗ്നന്റ് ആണ്. ഇല്ല ഡോക്ടർ, അങ്ങനെ വരാൻ ഒരു വഴിയില്ല. ടെസ്റ്റിന്റെ റിസൾട്ട് കണ്ട് ഞാൻ പറഞ്ഞതാ. ഡോക്ടർ, ഈ ടെസ്റ്റിൽ എന്തെങ്കിലും തെറ്റുപറ്റി പോയതായിരിക്കോ? നോ, ഇറ്റ്സ് കൺഫേംഡ്. ഐ തിങ്ക് പ്രഗ്നൻസി 2-3 മാസമായിരിക്കുന്നു. ചതിച്ചോ എന്റെ ദൈവമേ! അയ്യോ! വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. മിസ്റ്റർ കുര്യൻ, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ സൂര്യ, നിങ്ങളൊന്ന് പുറത്തേക്കൂ. പറയൂ മിസ്റ്റർ കുര്യൻ. ജൂൺ 25-നും 26-നും അല്ലേ? ഞാൻ വന്നോളാം. ശരി, ഓക്കെ.
മോളെ എന്താടി നിനക്ക് പറ്റിയത്? എന്തൊക്കെയാ ഡോക്ടർ പറഞ്ഞേ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? സൂര്യ, ഡോക്ടർ പറഞ്ഞ സത്യം തന്നെയായിരിക്കോ? അവരിങ്ങനെ ഉറപ്പിച്ച് പറയല്ലേ അമ്മേ, പിന്നെ ഇപ്പൊ സംശയിക്കാൻ എന്താ? എന്നാലും ഇതെങ്ങനെ? തലയ്ക്ക് വെളിവില്ലാതെ ആ നാടോടികളുടെ കൂട്ടത്തിലായിരുന്നല്ലോ, അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. ഷോ, എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? ഇപ്പൊ തന്നെ ജീവിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുണ്ട്, അതിന്റെ കൂടെ ഇതും കൂടി. അമ്മേ, ഇതൊന്നും നമ്മൾ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല, നമുക്ക് പറയാൻ പറ്റുന്നതുമല്ല. അവളുടെ മുത്തശ്ശി കൂടെ ഉണ്ടല്ലോ, അവരെ സഹായിക്കാൻ വക്കീലന്മാരും പോലീസും ഒരു വലിയ പട തന്നെയുണ്ട്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അവര് തീരുമാനിക്കട്ടെ. അമ്മ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല, ഡിസ്ചാർജിന്റെ കാര്യങ്ങള്? ബില്ലൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയങ്ക കണിമംഗലത്ത് തിരിച്ചു വരണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനമാണല്ലോ. നമ്മൾ പോയി കഴിയുമ്പോ അവര് സ്വയം ഒരു തീരുമാനത്തിലെത്തിക്കോളും. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ വേറൊരു മാർഗമില്ല. എന്തായാലും നീ വാ. സിസ്റ്ററെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു 1-2 പേര് ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടോ അവരെ? അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കണ്ടായിരുന്നു. ആ അമ്മയും മോനും അല്ലേ? ഓ, അത് ശരി. അവര് പോയോ? ആ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. വെറുതെ അങ്ങ് പോയതല്ല, അമ്മയും മോനും കൂടി രക്ഷപ്പെട്ടതാ. ഹലോ അമ്മ, ഇത് എവിടെയാ അമ്മേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, എന്താ ഫോൺ കട്ട് ചെയ്ത് കളയുന്നു? അതെ, അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് സംഘടിപ്പിച്ച് വെക്കണം. അതെവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാ അതൊന്ന് ആലോചിച്ച് വെക്കണം. അമ്മയ്ക്കിപ്പോ എന്തിനാ കാശ്? കാശ് വേണം. എവിടുന്നാ അമ്മേ? ഈ ഓട്ടപ്പാച്ചലിനിടയിൽ എവിടുന്ന് സംഘടിപ്പിക്കാനാ? ഇപ്പൊ എന്തിനാ കാശെന്ന് പറ. എടാ, കുടുംബത്ത് കുറച്ച് ചെലവ് വരാൻ പോവാ. അധികം വൈകാതെ ഒരു തൊട്ടില് കെട്ടേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല, അമ്മ തെളിച്ചു പറ. അമ്മ ഇപ്പൊ ക്ഷേത്രത്തിലാണോ? അതെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അമ്മേ, ഞാൻ